നമസ്കാരം. ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഓർക്കുക, ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും കണ്ണുകൾ ഹോസ്ദുർഗിലുള്ള അവിടെ കാസർഗോഡുള്ള കോടതിയുടെ പരിസരത്താണ് എല്ലാ കണ്ണുകളും ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിലിനെ കുറിച്ചുള്ള വാർത്തകളാണ് എങ്ങും പരന്നു നിൽക്കുന്നത്. ഓർക്കുക, അല്പ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ കേരളത്തിലെ ഒരു വലിയ ഇലക്ഷന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അല്പ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ആ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇത് മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമായി ഈ ചർച്ചകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എത്രയോ മറ്റ് വിഷയങ്ങളുണ്ട്, ഭരണപരാജയങ്ങളെക്കുറിച്ചുള്ള എത്രയോ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ബാക്കി കിടക്കുന്നു, ഭൂപ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ബാക്കി കിടക്കുമ്പോൾ, ഭരണപരാജയങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങൾ ബാക്കി കിടക്കുമ്പോൾ ഈ വിഷയം മാത്രം, ഒരു ട്രെൻഡി വിഷയം മാത്രം എടുത്ത് നമ്മുടെ സമൂഹം അങ്ങനെ കടന്നു പോവുകയാണ്. കിറ്റ് കൊടുത്ത് ആളെ പറ്റിച്ച് ഒരു 5 വർഷത്തെ ഭരണം നേടി എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന അതേ സാഹചര്യം തന്നെ ഓർക്കുക. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത്, അത് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ആ വിഷയമാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ജനാധിപത്യം ഇങ്ങനെ കുറച്ച് ഈ കേവലം ഇതുപോലുള്ള ഒരു വിഷയത്തിൻ്റെ പേരിൽ മാത്രം വോട്ട് പിടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ചത് എങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഗർഭക്കേസിൻ്റെ പുറകെ ഒരു ഇലക്ഷൻ ജയിച്ചു കയറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസ് അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ അമൽ സിറിയക്ക്, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോൺസൺ കൊച്ചുപറമ്പൻ, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് പല വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്. ഈ കേരളത്തിൽ ഇന്ന് ഈ രണ്ട് പാർട്ടി, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ചർച്ച ചെയ്യാതിരിക്കുന്ന പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇലക്ഷൻ അടുക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും ആളുകളുടെ മനസ്സിലേക്ക് ഈ വിഷയങ്ങൾ ഒന്നും കൂടി കടന്നു ചെല്ലട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും ആദ്യം ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, നിങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജാഥ നടത്തി, അതുപോലെ തന്നെ ഒരുപാട് യോഗങ്ങൾ നടത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അല്പമേ കഴിഞ്ഞിട്ടുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ചർച്ചകൾ അതിനെക്കുറിച്ച് നമ്മൾ നടത്തുകയും ചെയ്തു. ആ വിഷയങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഇത് കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ അത് നടക്കാൻ, എന്തെങ്കിലും വിഷയം പൊതുജന മധ്യത്തിൽ ചർച്ചയാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? റോബിനെ, ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചർച്ചയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ചോദിച്ചതും വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായിട്ട് വലിയ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഇലക്ഷൻ എന്ന് കാണുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനാണ് നടക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലാണ് കൃത്യമായിട്ടും നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട സേവന വിഷയങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്നതിന് പകരം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ഗർഭ വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് പൊതുസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ഡൈവേർട്ട് ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം പെൺവാണിഭ കേസുകളെ ഉയർത്തി കാണിച്ച് വിജയം നേടാനുള്ള ഒരു പരിശ്രമം ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ പരിശ്രമങ്ങളെയൊക്കെ ഒരു പരിധിവരെ കേരളത്തിലെ മുഖ്യധാരാ ദൃശ്യ മാധ്യമങ്ങൾ അടക്കം അതിന് ഓശാന പാടുന്നൊരു കാര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അതിന്റെ പിന്നാലെ പോയി ജനകീയ വിഷയങ്ങളെ ചർച്ചയാക്കാതെ, ജനകീയ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അവർ പോകുന്നു. ഒരു വ്യക്തിക്ക്, ഉദാഹരണത്തിന് ഇപ്പോ രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയം തന്നെ, അങ്ങനെ പ്രശ്നമുണ്ട്. അതെങ്ങനെയാണ് ഈ കേരള സമൂഹത്തെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു വ്യക്തിയുടെ വിഷയമാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട 1, 2, 3 വ്യക്തികളുടെ വിഷയമാണ്. അത് അതിൻ്റെതായ നിയമവഴിക്ക് പോയി നടപടി സ്വീകരിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ ഈ സമൂഹത്തിലേക്കും ഈ ഇലക്ഷൻ പ്രചരണത്തിലേക്കൊക്കെ വലിച്ചിഴച്ച് ആവശ്യമില്ലാതെ നമുക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ തമസ്കരിച്ച് കളയുന്ന ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ ഭരണപക്ഷിയുടെ ഭാഗത്തുണ്ടാകുന്നു, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. ഇപ്പോ നമുക്കറിയാം, കിഫ്ബി വിഷയത്തിലെ മസാല ബോണ്ട് വിഷയം, അതുപോലെ സ്വർണ്ണത്തട്ടിപ്പ്, ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് കേസുകള്, കേരളത്തിന്റെ പൊതുകടം, ഈ സംവിധാനം ഇതിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു, ഇപ്പൊ 5.5 ലക്ഷത്തിലധികമായി, 5.5 ലക്ഷം കോടിയിലധികമായി മാറി. മുനമ്പം വിഷയം പോലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ
തെരുവുനായ ശല്യങ്ങൾ ശക്തമായി നിൽക്കുന്നു, വന്യമൃഗ ആക്രമണങ്ങൾ നിൽക്കുന്നു. പ്രാദേശിക അടിസ്ഥാനത്തിൽ വന്യമൃഗ ആക്രമണങ്ങളുടെ ഒക്കെ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ. അങ്ങനെയുള്ള വിഷയങ്ങൾ, തീവ്രവാദത്തിന്റെ വിളയാട്ടം, ഭീകരവാദത്തിന്റെ വിളയാട്ടം ഒരു വശത്ത് നിൽക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനധികൃത കുടിയേറ്റങ്ങൾ ഉണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന എന്താണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് പോയി നിൽക്കുകയാണ് ചാനലുകൾ. അവിടെ എന്താണ് വീണ് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഭരണകക്ഷി. അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് നോക്കിയാണ് പ്രതിപക്ഷം. ഇതാണോ ജനാധിപത്യ ക്രമം? ഇതാണോ ജനാധിപത്യത്തിന്റെ സാമാന്യ മര്യാദ? ഈ ഒരു അപജയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓരോ പ്രാവശ്യവും, അത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും അത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അതിലൊക്കെ ഇത്തരം ചില രാഷ്ട്രീയ അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത് ഇത്തരം ചില പുഴുക്കുത്തുകളെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത, സമൂഹത്തിന് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്ന ബോധപൂർവമായ ഒരു ശ്രമം, അത് ജനാധിപത്യത്തിന് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തിരുത്തേണ്ട സമയമായി. അത് അറ്റ്ലീസ്റ്റ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെങ്കിലും അത് കൊട്ടിഘോഷിക്കരുത്. ഇവർ കൊട്ടിഘോഷിക്കുന്നതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ പാർട്ടികളും അതിന് ഓശാന പാടിക്കൊണ്ട് അതിനോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പ്രസ്താവനകളായിട്ട് ഇറക്കുന്നത്. അപ്പൊ ഇതല്ല നമ്മുടെ നാടിന്റെ വിഷയം, ഇതല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി ഈ ഫോർത്ത് എസ്റ്റേറ്റിന് ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ ഫോർത്ത് എസ്റ്റേറ്റ് അതിനെ നിയന്ത്രിക്കണം. അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട് സമൂഹത്തിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഷെക്കീനാസ് ചർച്ച ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഇത് ശരിയല്ല എന്ന ബോധ്യവും ഉള്ളതുകൊണ്ടാണ് ഷെക്കീനാസ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും മറ്റു മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അതിനെ കാണുന്നില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സൈഡ് ലൈൻ ചെയ്തിട്ട് നിസ്സാര വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നു. ഞാനൊരു സിമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുകയാണ്. എ.കെ. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, എ.കെ. ആന്റണി അന്ന് മുഖ്യമന്ത്രിയാണ്, ഇ.കെ. നായനാർ അന്ന് പ്രതിപക്ഷ നേതാവാണ്. എ.കെ. ആന്റണി സാധാരണ വൈകുന്നേരങ്ങളിൽ ഈ എം.എൽ.എ. ക്യാൻറ്റീനിൽ പോയി കഞ്ഞിയും പയറും പപ്പടവും കഴിക്കും. മുഖ്യമന്ത്രി കഞ്ഞിയും പയറും പപ്പടവും കഴിക്കുന്നതിനെ കുറിച്ച് ഈ പ്രതിപക്ഷ നേതാവിനോട് അന്ന് പത്രക്കാർ ചോദിച്ചു, താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മറുപടിയുണ്ട്. അത് തമാശ രൂപത്തിലാണെങ്കിൽ പോലും അത് വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന് ആർജവം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കഞ്ഞി കുടിച്ചാലും കോളക കൊടുത്താലും, ആ വാക്ക് അദ്ദേഹം ചോദിച്ചത്. ഈ നാടിന് അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നാണ് പ്രധാനം, അല്ലാണ്ട് അത് നോക്കി നടക്കുകയല്ല. അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഈ നാടിന് എന്തെങ്കിലും ദോഷമുണ്ടോ, ഈ നാടിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇത്തരം വില കുറഞ്ഞ വിഷയങ്ങൾ എടുത്ത് പോരെ. അതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന ഭരണ പ്രതിപക്ഷ കക്ഷികൾ, ഈ പറഞ്ഞ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അത് വളരെ അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ് ജനാധിപത്യത്തില്. അതിനെ തിരുത്തണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്തെല്ലാം വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഞാൻ ചിലത് സൂചിപ്പിച്ചു. ഈ ഭിന്നശേഷി നിയമനത്തിന്റെ വിഷയങ്ങളുണ്ട്, തീവ്രവാദ വിഷയങ്ങളുണ്ട്, SIR-ന്റെ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ ടൂറിസത്തിന്റെ പേരിൽ കർഷകരെ കുടിയിറക്കുന്ന വിഷയങ്ങളുണ്ട്, വന്യമൃഗ ആക്രമണത്തിന് വേണ്ടി കൊണ്ടുവന്ന ബില്ല് കേന്ദ്ര നിയമവുമായിട്ട് ഒത്തുപോകാത്തത് കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ തട്ടിക്കൂട്ടിയ വിഷയങ്ങളുണ്ട്. പട്ടയമുള്ള ഭൂമികൾക്ക്, ആധികാരിക രേഖയുള്ള ഭൂമി പോലും വനം വകുപ്പിന് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ച് പിടിച്ചെടുക്കാം എന്ന നിയമം ഇവിടെ സംസ്ഥാന നിയമസഭ ആ ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിന്റെ അമെന്റ്മെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ ESI വിഷയങ്ങളുണ്ട്, പരിസ്ഥിതി വിഷയങ്ങളുണ്ട്. പാൽവളി മുഹമ്മദ് കുട്ടിക്ക് ശേഷം വന്ന JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് നമസ്കരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. EWO സംവരണത്തിന്റെ വിഷയങ്ങളുണ്ട്, അതുപോലെ ഡബിൾ സംവരണങ്ങളുടെ വിഷയങ്ങളുണ്ട്, മതസംവരണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, മുനമ്പം വിഷയമുണ്ട്, സ്കോളർഷിപ്പുകളുടെ പ്രശ്നങ്ങളുണ്ട്, മൈനോറിറ്റി ആയ ക്രിസ്ത്യൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന, രാഷ്ട്രീയ സംവിധാനങ്ങൾ അവഗണിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതൊന്നും ചർച്ചയാക്കപ്പെടുന്നില്ല. ഇനി അത് മാറ്റി നിർത്തുക, നിയമസഭാ ഇലക്ഷനിലേക്ക് വെച്ചിരിക്കുകയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പ്രാദേശിക തലത്തിൽ കുടിവെള്ള പ്രശ്നമായാലും അടിസ്ഥാന വികസന സൗകര്യങ്ങളായാലും എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത്? ഒരു ഗ്രാമതലത്തില്, വാർഡ് തലത്തില്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തലത്തില്, ബ്ലോക്ക് തലത്തിലൊക്കെ നടക്കേണ്ട വികസനങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ച വരുന്നില്ല? ആ വികസനങ്ങൾ ഇതുവരെ ഭരിച്ചിരുന്ന ഭരണ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന മുന്നണികൾ, ആ വികസനത്തിന് വരുത്തിയിരിക്കുന്ന കോട്ടങ്ങൾ, അല്ലെങ്കിൽ അവർ വരുത്തിയിരിക്കുന്ന വികസനങ്ങൾ, ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ജനാധിപത്യ ക്രമത്തിൽ വരണം. ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇത് ആരൊക്കെയോ ബോധപൂർവം
പ്ലാൻ ചെയ്ത ഒരു അന്തർധാരയിലൂടെ ഈ വിഷയങ്ങളെല്ലാം സംസ്കരിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് അതിനെ മാറ്റി നിർത്തി ഒരു അന്തർധാര ക്രിയേറ്റ് ചെയ്ത് ഈ ഇലക്ഷൻ പ്രോസസ്സിനെ തന്നെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ റോബിൻ? അതുകൊണ്ട് നമുക്ക് അടിയന്തരമായി വേണ്ടുന്നത് അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങളിലേക്കും അടിസ്ഥാന വികസന സൗകര്യങ്ങളിലേക്കും കുടിവെള്ളം, ജലനിധി, കേന്ദ്ര ഗവൺമെന്റ് ജലനിധിയാണ്, ഞങ്ങൾക്കൊക്കെ ഇവിടെ അറിയാം. ആ ജലനിധി ഇവിടെ പാസ്സാക്കി അതിന്റെ പണവും മേടിച്ചെടുത്ത് പൈപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എയറാണ് വരുന്നത്, വെള്ളമില്ല. അത് കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എത്ര നാളായി ഇത്രമാത്രം എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഈ വലിയൊരു എമൗണ്ട് സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ ലഭ്യമാക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ കുടിവെള്ള പ്രശ്നങ്ങള്? അതുപോലെ തന്നെ വാർഡുകളുടെ വികസനം, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, റോഡായാലും പാലമായാലും അതുപോലുള്ള സംവിധാനങ്ങളായാലും അതില്ലാത്ത വാർഡുകളും അതില്ലാത്ത പഞ്ചായത്തുകളും എത്രയാണ്. അത്തരം വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ഇലക്ഷനെ നേരിടുന്നതിന് പകരം ഇവിടെ ഒരു എന്താ പറയുക, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഗർഭത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ അല്ലെങ്കിൽ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പറ്റിയെന്ന് പോലീസ് കണക്കാക്കുന്ന അപജയത്തെ പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇവിടെ എടുത്ത് ഇങ്ങനെ ഈ വലിയ പ്രചരണം കൊടുത്ത് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ജനാധിപത്യത്തെയും ജനകീയ വിഷയങ്ങളെയും നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിനെയും ഹൈജാക്ക് ചെയ്യുന്ന ഒരു പ്രവണത അത് സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചർച്ച അങ്ങേയറ്റം പ്രസക്തമാണ്. വളരെ അടിയന്തരമായിട്ട് എല്ലാ ചാനലുകളും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജോൺസൺ കൊച്ചുവർമ്മൻ, ഈ അടുത്ത സമയത്ത് വന്ന ഒരു വാർത്ത ഇതാണ്: PFI നേതാവ് സിദ്ദീഖ് കാപ്പൻ്റെ ഭാര്യ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കണ്ണമംഗലം പഞ്ചായത്തിൽ ഇടത് SDPI പിന്തുണയിൽ എന്നുള്ള വാർത്തകൾ. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പലപ്പോഴും ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ എന്തോരെ, അതുപോലെ തന്നെ അവിടെ തന്നെ എത്രയോ, ഇപ്പം ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പലയോരത്തുള്ള വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രസക്തമാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ചർച്ചയാകുന്നില്ല എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? റോബിനെ, ചാക്കോ സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ഇന്ന് 4-ാം തീയതിയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കും. 8-ാം തീയതി നിശബ്ദ പ്രചരണത്തിന് മാത്രമേ അനുവാദമുള്ളൂ. അപ്പോൾ 5, 6, 7 3 ദിവസങ്ങൾ കൊണ്ട് പരസ്യമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കേണ്ട ഒരു സമയമാണ്. ഇത്രയും അവസാന ഘട്ടത്തിലായിട്ട് പോലും, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയം അത് തന്നെയാണല്ലോ, ഈ അവസാന ഘട്ടത്തിലായിട്ട് പോലും എന്തുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, മുന്നണികൾ തയ്യാറാവുന്നില്ല? അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന, പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും, സംരംഭത്വ മേഖലയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. വികസനവുമായി ബന്ധപ്പെട്ട് അത് ചർച്ചയാവുന്നില്ല എന്ന് പോട്ടെ. ക്രൈസ്തവ സമുദായം ചിന്തിക്കേണ്ടത്, നമ്മൾ അഭിമുഖീകരിക്കുകയും അതിൻ്റെ പേരിൽ സ്വരമുയർത്തിക്കൊണ്ടുവരികയും ചെയ്ത JB കോശി കമ്മീഷൻ ആയിട്ടുള്ള വിഷയം, ക്രൈസ്തവ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാന മാർഗം കണ്ടെത്തുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ആരും ചർച്ചയാക്കുന്നില്ല എന്നല്ല. നമ്മളത് ഈ നാടകം കണ്ടോണ്ടിങ്ങനെ ഇരിക്കരുത്. ഈ സൂര്യനെല്ലി കേസോടുകൂടിയാണല്ലോ ഒരു സ്ത്രീയുടെ ഇരയാക്കപ്പെടുന്ന ഒരു സ്ത്രീയെ ഉയർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന ഒരു രീതിയിലേക്ക് കേരളം വന്നത്. അതിനുശേഷം സരിത എന്ന് പറയുന്ന സ്ത്രീയുടെ ആക്ഷേപമുണ്ടായി. ഇപ്പോൾ മാങ്കൂട്ടത്തിനെതിരെ സ്വരമുയർത്തിയ പെൺകുട്ടിയുടെ വിഷയമുണ്ടായി. ഈ സ്ത്രീ വിഷയങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ചയാക്കപ്പെടുന്നു, അതിന് ഇത്രമാത്രം പ്രചാരണം കൊടുക്കുന്നു? അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞ ആക്ഷേപങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോയത്? അത് ഒരു പീഡന വിഷയമല്ലായിരുന്നു, നാടിനെ ബാധിക്കുന്ന വിഷയമായിരുന്നു. അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ല. മറിച്ച് ഒരു സ്ത്രീ ഇരയാക്കപ്പെട്ടു, അത് ഇരയാക്കപ്പെട്ടതോ അല്ലെങ്കിൽ അതിന് കേസുകളൊക്കെ വരട്ടെ, ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് യഥാർത്ഥമായ ജനകീയ വിഷയങ്ങൾ, ഇപ്പൊ ചാക്കോ സാർ പറഞ്ഞല്ലോ, ഇപ്പൊ ചിലരോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ഇത് ദേശീയ കാര്യമല്ലല്ലോ,
ഇപ്പൊ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രാദേശികമല്ലേ? ചാക്കോ സാർ പറഞ്ഞല്ലോ, അടിസ്ഥാന വികസനം എവിടെയാണ് റോബിനെ ഉണ്ടാവേണ്ടത്? അടിസ്ഥാന വികസനം ഗ്രാമങ്ങളിലല്ലേ? രാഷ്ട്രപിതാവ് പറഞ്ഞത് എന്താ? ഇപ്പൊ ഗ്രാമങ്ങളിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഗ്രാമങ്ങളിലെ വികസനം ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴല്ലേ ഒരു നാട് വികസനത്തിലേക്ക് വരിക. ഒരു ഗ്രാമത്തിലെ വികസനത്തിന്റെ അടിസ്ഥാനപരമായ ഭരണ അധികാരം ആർക്കാണ്? ഇപ്പൊ തൊഴിലുറപ്പെടുക്കുക കേന്ദ്ര പദ്ധതിയാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി. എത്ര ലക്ഷം പേര് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നുണ്ട്, നാടിന് ഗുണകരമാകുന്നുണ്ട്. ആരാ അത് നടപ്പിലാക്കുന്നത്? ലോക്കലിൽ ആരാ നടപ്പിലാക്കുന്നത്? പഞ്ചായത്തല്ലേ? പഞ്ചായത്ത് മെമ്പറുടെ കീഴിലല്ലേ? അപ്പോൾ ദേശീയ പദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയും? സാധാരണക്കാരന് അഭിമുഖീകരിക്കുന്ന തെരുവ് നായ ശല്യം ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമാണല്ലോ. ഒരു കവലയിൽ പോലും പള്ളിക്കൂടം കുട്ടികൾക്ക് പോലും ഇറങ്ങി നിൽക്കാൻ കഴിയുന്നില്ല. അതിരാവിലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സേ കയറാൻ പോകാൻ ആൾക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. തെരുവ് നായക്ക് ആ ശല്യം കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് ആരാ? കേന്ദ്ര സർക്കാരാണ്. നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കാണ്. ABC സെന്ററുകൾ തുടങ്ങി അവയെ നീക്കം ചെയ്ത് വന്ധ്യംകരണം നടത്തി ഷെൽട്ടറുകളിൽ താമസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കല്ലേ? ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളല്ലേ? അപ്പൊ അത് ചർച്ചയാക്കട്ടെ. ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിൽ പ്രതികൾ, ചാക്കോ സാർ പറഞ്ഞല്ലോ, പ്രതികൾ രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല. രാഷ്ട്രീയ നേതൃത്വത്തെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം, ജനങ്ങളുടെ പക്ഷം പറയേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക്. എന്തുകൊണ്ടത് മാധ്യമങ്ങൾ ചർച്ചയാക്കപ്പെടുന്നില്ല എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ചാനലുകൾ മലയാളത്തിലെ, ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയധികം വാർത്താ ചാനലുകൾ കിടന്ന് പോരടിക്കാനുള്ള ഒരു സ്പേസ് കേരളത്തിനില്ല. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും മറ്റ് ചില ബിനാമി പണത്തിന്റെ പേരിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ 2 മാധ്യമങ്ങൾ, മാധ്യമങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, 2 മാധ്യമങ്ങൾ ഇപ്പോ ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം ഏതാണ്ട് ലൈവായിട്ട് മാങ്കൂട്ടം അവരുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് പോലെ ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. ആ 2 മാധ്യമങ്ങൾ തമ്മിൽ പോരടിക്കുന്നുണ്ടോ? ഒരു മാധ്യമത്തെ ഇല്ലാതാക്കാൻ, ആ മാധ്യമത്തിനെതിരെ വാർത്ത കൊടുക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ മാധ്യമങ്ങളുടെ താല്പര്യം അടിവരയിട്ട് പറഞ്ഞു റോബിനെ, അടിവരയിട്ട് പറഞ്ഞു. ചുരുക്കം ചില മാധ്യമങ്ങളല്ലാതെ ഇന്ന് കേരളത്തിലുള്ള പത്രമാധ്യമങ്ങളാകട്ടെ ദൃശ്യമാധ്യമങ്ങളാകട്ടെ അവയ്ക്ക് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല. ചില സംഘടനകളോടും ചില കള്ളപ്പണം ചെലവഴിക്കുന്ന ചില സ്ഥാപനങ്ങളോടും മാത്രമാണ് പ്രതിബദ്ധത. അടിവരയിട്ട് ഉത്തരവാദിത്തോടെ ഞാൻ പറയുക, മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ല. മാധ്യമങ്ങൾ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? പ്രാദേശികം. ഞാൻ താമസിക്കുന്നത് പാമ്പാടപ്പാറ പഞ്ചായത്തിലാണ്, തൊട്ടടുത്തുള്ള നെടുങ്കണ്ടം പഞ്ചായത്ത്, അല്ലെങ്കിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ പരിധി. ഇടുക്കി ജില്ലയിലെങ്കിലും ഇടുക്കി ജില്ലയിലെ വിഷയങ്ങൾ ആ പ്രാദേശിക കോളങ്ങളിലെങ്കിലും ചർച്ചയാക്കപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളുടെ തീച്ചോളയിലാണല്ലോ ഇടുക്കിയിലെ ജനങ്ങൾ. എത്ര നാളായി വന്യജീവി പ്രശ്നങ്ങളുമായി ജനം ഇങ്ങനെ സമരരംഗത്ത് നിൽക്കുന്നു? സമരത്തിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ? ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ, മണ്ണെടുക്കാൻ കഴിയില്ല, മണലെടുക്കാൻ കഴിയില്ല, പാറ പൊട്ടിക്കാൻ കഴിയില്ല, കെട്ടിടം പണിയാൻ കഴിയില്ല, എത്രമാത്രം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യണ്ടേ? ഒരു ഇടുക്കിക്കാരൻ നിലയിൽ ഞാൻ പറഞ്ഞാൽ പറയും, പെണ്ണല്ല മണ്ണാണ് വിഷയം. പെണ്ണല്ല, ഇടുക്കിക്കാരനെ സംബന്ധിച്ചിടത്തോളം പെണ്ണല്ല രാഷ്ട്രീയ വിഷയം. ഞങ്ങൾക്ക് മണ്ണാണ്, ഞങ്ങൾക്ക് ഈ പിറന്ന മണ്ണിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ വിഷയം ചർച്ചയാക്കട്ടെ. സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് അടക്കം. അത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ്, ഇതൊക്കെ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒന്ന് തിരിച്ചറിയുകയും കൂടെ വേണം കേട്ടോ. ഈ ചാനലിലായിട്ട് ഞാനത് ഓപ്പൺ ആയിട്ട് പറയാം. ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന നമ്മുടെ സമുദായത്തിന് നേരിട്ടിരിക്കുന്ന വെല്ലുവിളികൾ, അത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ. ആ വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് വിശ്വാസം മാത്രം പോരാ, സഭാസ്നേഹം വേണം, സമുദായ ബോധം വേണം. സമുദായ ബോധമുണ്ടെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി നിൽക്കാതെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട്, ഒരു രാഷ്ട്രീയം നോക്കണ്ട, ഏത് കക്ഷികളിലുള്ളവർ നല്ലവരായി നാടിന് നല്ലവരായിട്ട് വന്നോട്ടെ,
അത്തരമൊരു ചിന്തയിലേക്ക് പോലും കടക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. 1200 പഞ്ചായത്തുകളുണ്ട്, 3 തലത്തിലുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഏതാണ്ട് 21,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കണം, 21,000-ത്തിലധികം. 19,000-ത്തോളം സ്ഥാനാർത്ഥികൾ BJPക്ക് മത്സരിക്കുന്നു. അതില് 2,100-ലധികം ക്രൈസ്തവ സ്ഥാനാർത്ഥികളുണ്ട് എന്നത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. റോഡിനെ ആര് കണ്ണടച്ചാലും ഒത്തിരി നാൾ ഈ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഇടതന്മാർക്കും വലതന്മാർക്കും ഒന്നും പോകാൻ കഴിയില്ല. അതായത് ഈ 2,100-ലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോ വിജയപ്രതീക്ഷ അത്ര ഉള്ളിടത്തൊന്നും അല്ല. വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കിട്ടാൻ എല്ലാ മുന്നണിക്കും എളുപ്പമാണ്. തോൽക്കുന്നിടത്ത് സ്ഥാനാർത്ഥികളെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അത്രമാത്രം ഒന്നും ജയപ്രതീക്ഷ ഉള്ളിടത്തൊന്നും അല്ല ഈ സ്ഥാനാർത്ഥികൾ, ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാ? അച്ഛന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരച്ഛൻ പറഞ്ഞ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ കറങ്ങുന്നുണ്ട്. പ്രശസ്തനായ ഒരു അച്ഛനാ, ഒരു മാധ്യമത്തിന്റെ തലപ്പത്തിരുന്ന അച്ഛനാ. അച്ഛൻ വളരെ ആധികാരികമായിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ക്രൈസ്തവരിൽ ഈ മാറ്റം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ അന്ന് കഴിയണമായിരുന്നു. മറ്റു രാഷ്ട്രീയക്കാരോടാ പറഞ്ഞു. അത്തരമൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന്റെ വളർച്ച മുന്നോട്ടുണ്ടാവും. അവിടെയും നമ്മൾ മറന്നു പോകരുതാത്തത്, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സമുദായ സ്നേഹം മാത്രം പോരാ, നാടിന്റെ പ്രശ്നങ്ങൾ കൂടി ഇത്തരം രാഷ്ട്രീയ മാറ്റത്തിൽ വരുന്നവർ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഗ്രാമങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. ആ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ കഴിയണം. ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ ഒരു സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡില്, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വാർഡില്, ആ പഞ്ചായത്തില് ലീഗിന് കോൺഗ്രസ്സുകാർ UDF സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലീഗുകാര് ഇടതുപക്ഷത്തിനെ സഹായിക്കുന്നൊരു രീതി എടുത്തു. അവിടെ വീട് കയറി ജാതി പറഞ്ഞുകൊണ്ട് UDFകാരൻ വോട്ട് ചോദിക്കുക, പരസ്യമായി ജാതി പറഞ്ഞുകൊണ്ട്. ഒരു നാട് എത്രമാത്രം അധപതിച്ചു എന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വാർഡിലെ കുടിവെള്ള പ്രശ്നം ചിന്തിക്കണ്ട, അവിടുത്തെ വികസനങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട, മറ്റൊന്നുമില്ല. അവിടെ ജാതി പറഞ്ഞ്, കൃത്യമായി ജാതി പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ സംഘടനകളെ മുന്നണികൾ ചേർത്തതിനൊപ്പം പ്രാദേശിക തലത്തിൽ പോലും മനുഷ്യനെ ജാതി പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുകയും ജാതി പറഞ്ഞുകൊണ്ട് അകറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. പെണ്ണ് മാത്രമല്ല വിഷയം, ജാതിയും വിഷയമാണ്. ഇതൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പഞ്ചായത്തുകളുടെ അധികാരം നമ്മൾ മനസ്സിലാക്കണം. ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെ അധികാരമുണ്ട്? ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് എത്രമാത്രം അധികാരമുണ്ട്? ആ ഗ്രാമപഞ്ചായത്തിന്റെ അംഗത്തിന് അവിടുത്തെ ഏതൊക്കെ വികസന കാര്യങ്ങളിൽ ഇടപെടാനാവും? ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് കേന്ദ്ര പദ്ധതികൾ കൂടുതൽ വരുന്നത്, ഫണ്ട് കൂടുതൽ വരുന്ന മേഖലയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംഗത്തിന് ആ ഡിവിഷനിൽ എന്തൊക്കെ ചെയ്യാനാവും? ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ആ ജില്ലയില് വികസന കാര്യം. ഇടുക്കിയില് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇടതും ഭരിച്ചു, വലതും ഭരിച്ചു, മാറി മാറി എത്ര കോടി രൂപയാണ് ലാപ്സായി പോയിരിക്കുന്നതെന്ന് അറിയാം. ഈ ജില്ലയിൽ വിനിയോഗിക്കേണ്ട പൈസയാ. ഒന്നും കൃത്യസമയത്ത് പദ്ധതികൾ കൊടുക്കുകയില്ല, നടപ്പിലാക്കുകയില്ല, ലാപ്സായി പോവും. കോടിക്കണക്കിന് രൂപ. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ? അപ്പൊ ജനങ്ങൾക്ക് കൃത്യമായി അറിയാമായിരിക്കണം ഒരു ഗ്രാമപഞ്ചായത്തിന് എന്തൊക്കെ അധികാരമുണ്ട്, ഈ ബ്ലോക്ക് പഞ്ചായത്തിന് എന്തൊക്കെ അധികാരമുണ്ട്, ജില്ലാ പഞ്ചായത്തിന് എന്തൊക്കെ അധികാരമുണ്ട്. അത് ഞങ്ങളുടെ അവകാശമാണ്. എന്റെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് എന്റെ അവകാശമാണെന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമേ ഈ തെറ്റായ പ്രചരണം അഴിച്ചുവിടുന്ന മാധ്യമങ്ങളെയും ഒരു പെണ്ണ് കേസിന്റെ പുറകെ പോകുന്ന രാഷ്ട്രീയ കക്ഷികളെ നിലക്ക് നിർത്താൻ കഴിയുള്ളൂ. അല്ലാതെ ഇവരൊക്കെ ഇത് ഉയർത്തുമ്പോഴും ഈ പ്രസംഗം കേൾക്കാനായിട്ട് ഇവരുടെ വേദികളിലേക്ക് ജനം ഇടിച്ചു കൂടുന്നുണ്ടല്ലോ, ഇക്കിളി വർത്തമാനം കേൾക്കാൻ അല്ലേ? രണ്ട് മുന്നണികൾ ഇപ്പൊ പ്രസംഗിക്കുന്നിടത്ത് ഒന്നോ രണ്ടോ സ്ത്രീ ജന്മങ്ങളെ നിർത്തിക്കൊണ്ടാണുള്ള ഇക്കിളി വർത്തമാനങ്ങളുള്ള പ്രസംഗം കേൾക്കുന്നത്. ഇടുക്കിയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ VD സതീശനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം വന്ന് പ്രസംഗിച്ചതിൽ പകുതിയും അദ്ദേഹത്തോട് ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിച്ച് മുഴുവനും ഈ പെണ്ണ് വിഷയമാണ്, മാങ്കൂട്ടത്തിന്റെ വിഷയമാണ്. ഒറ്റ മാധ്യമ പ്രവർത്തകൻ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം UDFന്റെ നയം എന്താണെന്ന് ചോദിച്ചില്ല. ഒറ്റ മാധ്യമ പ്രവർത്തകൻ ഈ ഭൂനിയമ ഭേദഗതി
അതിന്റെ ചട്ടങ്ങൾ വന്നിട്ട് ഇതുവരെ അത് ഓർഡർ ആയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചില്ല. ജനങ്ങൾക്ക് കേൾക്കേണ്ടത് അത്തരം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമല്ലേ. മാധ്യമങ്ങൾ ചോദിച്ചില്ല, വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചില്ല. വെറുതെ കാടടച്ച് ജില്ലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, അതിന് ഞങ്ങൾ തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞിട്ട് പോയി. എണ്ണി എണ്ണി പറയാനാവണ്ടേ? ഇതൊക്കെ തിരിച്ചറിയണം റോബിനെ. നമ്മളിങ്ങനെ ഈ പെണ്ണിനെ ചുറ്റി എത്ര നാളും ഇങ്ങനെ രാഷ്ട്രീയം കൊണ്ടുപോകും? കേരള രാഷ്ട്രീയം ഇങ്ങനെ പെണ്ണുങ്ങളെ ചുറ്റി തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോകേണ്ടതാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞില്ലേ, മലയാളികള് പ്രബുദ്ധരാണെന്നൊക്കെ പറയുന്നത് ഇനി നമ്മൾ കറുത്ത മനുഷ്യങ്ങ് മാറ്റിക്കളാം. മലയാളി പ്രബുദ്ധരാണെന്നൊന്നും ഇനി ഒരിടത്തും പറഞ്ഞേക്കരുത്. ഇതിനേക്കാളൊക്കെ എന്ത് ബോധം ഉണ്ടെന്നറിയോ? തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയാൽ അവിടെ വിദ്യാഭ്യാസം കുറവുള്ളൊരു വലിയ തലമുറയുണ്ട്, പഴയ തലമുറ. അവിടെ പോയാൽ ഇതിനേക്കാളും വിവരത്തോടെ അവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. പ്രബുദ്ധ കേരളമാണ് പോലും ഇന്നും നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പാവാട ചരടൽ കെട്ടപ്പെട്ട് കിടക്കുന്ന രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന് മാറ്റം ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ ആരാണ് വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്? ആരാണ് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന കക്ഷിയെയോ മുന്നണിയോ അവരുടെ വികസന കാഴ്ചപ്പാടിന് എതിരുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടാണ് എതിർക്കേണ്ടത്. അല്ലാതെ അവരെ മറ്റെന്തെങ്കിലും ഒരു ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ കാര്യം കൂടെ പറഞ്ഞു നിർത്താറോ അവരെ. പ്രാദേശിക പഞ്ചായത്തുകളിലൂടെ വരേണ്ട വികസനം മാത്രമല്ല രാഷ്ട്രീയ കക്ഷികൾ നിരീക്ഷിക്കുന്നത്. അവർക്ക് ഒരു സർവേ ഇല്ലല്ലോ. അവർക്ക് എത്ര ശതമാനം ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നറിയുന്ന സർവേയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പ്രാദേശിക തലത്തിൽ ഇടതുപക്ഷത്തിന് എത്ര ശതമാനം വോട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിക്ക് എത്ര ശതമാനം വോട്ടുണ്ട്, BJPക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്ന് പഠിക്കുന്ന സർവേയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ സർവേയിൽ കൃത്യമായി അവർക്ക് മനസ്സിലാക്കും അവരെടുക്കുന്ന നിലപാടുകളെ ജനം അംഗീകരിക്കുന്നുണ്ട്. കേന്ദ്ര വിരുദ്ധത കൊണ്ട് മാത്രം കേരളത്തിന് നഷ്ടമായ എത്ര പദ്ധതികളുണ്ടെന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. കേന്ദ്ര വിരുദ്ധത കൊണ്ട് മാത്രം കേരളത്തിന് നഷ്ടമാകുന്ന പദ്ധതികൾ, വികസന വിരുദ്ധ സമീപനം കൊണ്ട് ഓരോ നാടിനും നഷ്ടമാകുന്ന പദ്ധതികൾ, ഇത് ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെ പെണ്ണിനെ ചുറ്റി ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചു കൊടുത്താൽ അവർ പറയുന്നത് ശരിയെന്ന് ജനം അംഗീകരിക്കുന്നതിന്റെ അർത്ഥം. പിന്നെ അവർ തിരുത്താൻ തയ്യാറാവും? അവർ തിരുത്താൻ തയ്യാറാകുമല്ലോ. ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമാണ്. ജനങ്ങളെ എതിർക്കുന്നവർക്ക്, വികസനം ചർച്ച ചെയ്യാത്തവർക്ക്, ഇവിടുത്തെ മത തീവ്രവാദം ചർച്ച ചെയ്യാത്തവർക്ക്, സാമൂഹിക നീതി ഉറപ്പുവരുത്താത്തവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമാണ്. അതിന് ജനം തയ്യാറാണ്. എങ്കിലേ തിരുത്തപ്പെടുകയുള്ളൂ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും. അതാണ് എനിക്ക് പറയാനുള്ളത്. അമൽ സിറിയക്, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം വന്ന വലിയ വാർത്തയാണ് യുവാക്കളിൽ ഏകദേശം 18 മുതൽ 25 വയസ്സുള്ള വരെയുള്ള പിള്ളേരുടെ ഇടയിൽ ഈ എയ്ഡ്സ് പകരുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. മയക്കുമരുന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പല വാർത്തകളുണ്ട്. സ്കൂൾ അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. പല കോളേജുകളിലും സീറ്റില്ല കുട്ടികൾക്ക്. അതുപോലെ തന്നെ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഏറ്റവും പ്രധാനം ഈ മയക്കുമരുന്നും മദ്യവുമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് തന്നെ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ഒരു സർക്കാർ ഇതുപോലെ ആക്കിയിട്ടത്, ഈ ഒരു നാടിനെ മദ്യവും മയക്കുമരുന്നും കുടിപ്പിച്ച് ഇല്ലാതാക്കിയത് എന്നുള്ള വിഷയങ്ങൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടാറുണ്ട്, ഈ യൂത്തിൻ്റെ ഇടയിലുള്ള അടക്കമുള്ള വിഷയങ്ങൾ. എന്തുകൊണ്ടാണ് ആ ഒരു വിഷയം പോലും ഈ എന്തുകൊണ്ടാണ് ഇതിനിടയിൽ ചർച്ചയാവുന്നില്ല എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം ഒട്ടാകെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ഈ വിഷയങ്ങള്, അതായത് ഈ മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങള്, അതോടൊപ്പം തന്നെ ഈ ലൈംഗികപരമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ തന്നെ വാർത്തയാകുകയും കാണുകയും ചെയ്യുന്നതാണ്. അതേസമയം അതിന് ഒരു പര്യവസാനമില്ലാത്ത രീതിയിൽ, അത് വർദ്ധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൃത്യമായ ഒരു നിലപാടെടുക്കാതെ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ പോലീസ് തലപ്പത്തുള്ള ആൾക്കാരും പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ശരിക്കും ആത്മാർത്ഥത ഇല്ല. അതായത് മറ്റൊരു വീട്ടിലെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാലും ഞങ്ങൾ എന്തിനാണ് നോക്കേണ്ടത് എന്നൊരു ആത്മാർത്ഥതയൊന്നും സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇല്ല.
ചില നിയമങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ആ ഒരു നിയമത്തിന്റെ കാര്യത്തില് ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്ന് ചോദ്യം ചെയ്യുക, അവനെ വിടുക, അല്ലെങ്കിൽ അവന് ജാമ്യം നിൽക്കാൻ ആളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് അവനെ വിടുക, അല്ലെങ്കിൽ പൈസ മേടിച്ചൊക്കെ വിടുക. ആ ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മുടെ സർക്കാർ സംവിധാനവും ഈ ഒരു ആഭ്യന്തര വകുപ്പിന്റെ സംവിധാനങ്ങളെല്ലാം ഇതിന് മുന്നോട്ട് പോകുക. ശാശ്വതമായ ഒരു പരിഹാരമോ ഒരു നന്മയോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ സുരക്ഷയോ അതൊന്നും അല്ല പലപ്പോഴും ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ളവരുടെ പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക. ഇതില് പ്രത്യേകമായിട്ട് വിഷയമായിട്ടും അത് നമ്മുടെ ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം അല്ലാത്ത സമയത്ത് മുഴുവൻ അത് ബ്രേക്കിംഗ് ആണ് ആ ന്യൂസുകളെല്ലാം. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ കക്ഷികൾ ആശ്രയിക്കുന്ന ആരെയാണെന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം വരിക. അതായത് രാഷ്ട്രീയ കക്ഷികള് അവിടെ ഇലക്ഷൻ സമയത്ത് തന്റെ പ്രചരണത്തിന് ഇറങ്ങാനായിട്ട് ആളുകളെ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്ന സന്ദർഭത്തില് അവിടെ ആ ഒരു പ്രചരണത്തിന് ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ലഹരിയുടെ അടിമയായിട്ടുള്ള ഒരുത്തനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ശൃംഖലയിൽപ്പെട്ട ഒരാളോ അവന്റെ ഒരു അനുയായി ആയിട്ട് അല്ലെങ്കിൽ അവിടെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് ലഹരിക്കെതിരെ സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളെ എല്ലാം തന്നെ ഈ വിഷയത്തില് അവിടെ നിശബ്ദരാക്കുന്നത്. അതായത് തങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളില് അനുഭാവം പുലർത്തുന്ന ആൾക്കാരിൽ പലരും ഈ ലഹരി ഉപയോഗത്തിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ നേതാക്കൾക്ക് അവിടെ തുറന്ന ഒരു പറച്ചിലില് അല്ലെങ്കിൽ തുറന്ന നിലപാടുകള് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കാതെ പോകുന്നത്. അതൊരു വാസ്തവം തന്നെയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതായത് യുവാക്കളിൽ ധാരാളം പേര് ലഹരി ഉപയോഗിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ചില യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ചില കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇത് പിടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. അത് പലരും ചില രാഷ്ട്രീയ പാർട്ടികളിലെ അനുയായികളായിട്ട് മാറുന്ന അല്ലെങ്കിൽ നേതാക്കളെ തന്നെ അവിടെ പിടിക്കപ്പെടുന്ന സന്ദർഭങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും അവരെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനായിട്ട് പോലീസുകാർക്കെതിരെ വീരവാദം മുഴക്കുന്ന നേതാക്കളെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ലഹരി പ്രയോഗങ്ങൾ അടിമപ്പെട്ടു പോയ ആൾക്കാരെ ഒക്കെ കൃത്യമായ രീതിയിൽ മോചിപ്പിക്കാൻ ഒരു സംവിധാനം രാഷ്ട്രീയ കക്ഷികൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ പോലീസ് മേധാവികൾ തന്നെയാണെങ്കിലും ഈ രാഷ്ട്രീയ കക്ഷികളാണ് പലപ്പോഴും ഈ പോലീസ് മേധാവികളെ പോലും തീരുമാനിക്കുക. അവരുടെ സ്ഥലം മാറ്റമാകട്ടെ, അവർക്കെതിരെയുള്ള ആരോപണമാകട്ടെ, ഇതെല്ലാം പലപ്പോഴും രാഷ്ട്രീയമായിട്ട് തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവിടെ നിശബ്ദരായി ഇരിക്കാനായിട്ടും തങ്ങളുടെ ഉപജീവനം മുന്നോട്ട് പോകാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ച് നിശബ്ദത പുലർത്താനായിട്ട് അവർ സ്വയം ശ്രമിക്കുകയും അതേസമയം ചില രാഷ്ട്രീയ കക്ഷികൾ അടിമപ്പെട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് അതിനെ ചൂട്ടുപിടിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കേരളത്തില് ധാരാളം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് വാർത്തകളിലൂടെ തന്നെ പലപ്പോഴും പല കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലും ഒക്കെ നടക്കുന്നത്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലഹരി പ്രയോഗങ്ങളും, അതായത് ഒരു നാടൻ ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു വൈകിട്ട് ഒരു കള്ളു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മദ്യം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടെ നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് പല സ്ഥാനാർത്ഥികളും നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം കൂട്ടിന് ആളെ വേണമെങ്കിൽ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 2 വോട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങളും നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഈ നമ്മുടെ നാട്ടുപ്രയോഗത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഒരിക്കലും തന്നെ ലഹരിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മയക്കുമരുന്ന് വിഷയങ്ങളോ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വരികയില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പ് പറയാം. അല്ലെങ്കിൽ അത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന നേതാക്കള് ഉദിച്ചുയരേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള നേതാക്കള് നിലവിൽ നമുക്ക് രാഷ്ട്രീയ കക്ഷികൾ ഒന്നും തന്നെ കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇന്നത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പലരും സ്വാർത്ഥ താല്പര്യം മാത്രമാണ്, വ്യക്തി താല്പര്യത്തിൽ ഊന്നി അല്ലെങ്കിൽ സ്വന്തം ഗീശ വീർപ്പിക്കാൻ എന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അധികാരമോഹത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനേക്കാൾ ഉപരി ഈ സാമൂഹ്യ നന്മയിലേക്ക് അവരെന്തുമാത്രം വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വളം വെച്ച് കൊടുക്കുന്ന നിലപാടുകൾ വരികയും ചെയ്യുക. മാത്രമല്ല നമ്മളിവിടെ കാണുകയും ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ്. അതായത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജാതിയുടെ പേരില് അല്ലെങ്കിൽ മതത്തിന്റെ പേരില് ഇതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ആശയങ്ങളുടെ തന്നെ ഒരു പിന്മുറയാണ് നമുക്ക് തന്നെ പറയാം. അതായത് ഒരു മതത്തിലെ ചില ആളുകൾ അവർക്ക് ഒരു പിന്തുണ പ്രത്യേകമായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മതത്തെ വിമർശിക്കാനായിട്ടോ ആ മതത്തിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനായിട്ടോ ശ്രമിക്കാത്ത രീതിയിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ മാറുകയാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ മുസ്ലിം ലീഗിന്റെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ചടങ്ങില് കൃത്യമായിട്ടും ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ അവിടെ
കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും കൂടെ കണ്ടതാണ്. അതായത് ഒരു മുസ്ലിം ഇതരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ആ വേദിയിലുണ്ട്, മുസ്ലിം ലീഗിനായിട്ടുള്ള. അപ്പൊ അവിടെ അവർ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പോലും ഈ കാഫിറുകൾക്കെതിരെ പ്രയോഗങ്ങളൊക്കെ ആ പ്രാർത്ഥനയിൽ ഉരുവിടുമ്പം അതെല്ലാം കേട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു ഇതര മതസ്ഥയായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നു. അതായത് ചിലര് മതത്തിന് വേണ്ടി തന്നെ തീവ്രമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പിന്നെ ആ മതത്തിനെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തന്നെ ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. അതായത് ഒരു ഉദാഹരണം പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുവോ, ആ വോട്ടിന് അനുകൂലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് കൃത്യമായി അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയം ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ആരോപണ കാലഘട്ടത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയും ആരും തന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പം പുള്ളി ഒരു തീവ്രമായിട്ടുള്ള ചില നിലപാടുകൾക്ക് അവിടെ എതിര് പറയാതെ അവരെ സൂചിപ്പിച്ച് നിർത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തില് ആ ഒരു തീവ്ര മനോഭാവമുള്ള ആ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ നേതൃത്വം ഒന്നും തന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പോലും തിരിഞ്ഞു വരുന്നില്ലെന്നുള്ളത് ഒരു വിരോധാഭാസമായിട്ട് കാണുകയാണ്. മാത്രമല്ല ഇവിടെ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ മുനമ്പം വിഷയത്തിൽ നടക്കുന്ന കാര്യങ്ങള് ഇതൊക്കെ എന്തുമാത്രം രാഷ്ട്രീയം നിറഞ്ഞതാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, കേരളം ഒട്ടാകെ ചിന്തിച്ചൊരു കാര്യമാണ്. ഈ മുനമ്പം വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫിന്റെ ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് നീക്കാത്തിടത്തോളം കാലം ഇവര് എന്നും പ്രശ്നത്തിൽ തന്നെയാണ്. അതായത് ഈ വഖഫ് ട്രൈബ്യൂണലിലെ ബേസിൽ കിടക്കുന്ന അവരുടെ ലിസ്റ്റിന്റെ അകത്ത് ഇന്നും ഈ മുനമ്പത്തിന്റെ പേര് അവിടെ ഉണ്ട്. ആ മുനമ്പം സ്ഥലത്തിന്റെ പേര് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് നാളെ ഒരു ഭരണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭരണകർത്താക്കളുടെ ഒരു തീരുമാനത്തിലൂടെ ഇവര് വീണ്ടും കുടിയിറക്കുന്ന രീതിയിലേക്ക് വരാം. അല്ലെങ്കിൽ അവിടെ ഈ ഭരണകർത്താക്കളുടെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ കോടതിയുടെ എന്തെങ്കിലും ചില നിശ്ചിത താല്പര്യങ്ങളിലേക്കും എല്ലാം പോകുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും വിഷയത്തിലാകും. കാരണം ഇവരുടെ പേര് അവിടെ വഖഫ് ബോഡി കിടക്കുവാണ്, അതായത് വഖഫിന്റെ ലിസ്റ്റിൽ കിടക്കുവാണ് ഇപ്പോഴും പേര്. ഈ പേര് കിടക്കുന്നിടത്തോളം കാലം തങ്ങൾ അപകടത്തിലാണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ ഞങ്ങൾക്ക് എന്തോ കിട്ടി അല്ലെങ്കിൽ അവിടെ നികുതി അടയ്ക്കാനുള്ള ഒരു അവകാശം കിട്ടി എന്ന രീതിയിലേക്ക് സമരം നിർത്തി രാഷ്ട്രീയ കക്ഷികളോട് ചേർന്ന് ചിരിച്ചു നിൽക്കുന്ന മുഖങ്ങളെ കാണുമ്പോൾ ഇവര് നേരിടുന്ന അപകടത്തെപ്പറ്റി ഇവർക്ക് തെല്ലും ഒരു ജാഗ്രത ഇല്ലേ എന്ന് പോലും നമ്മൾ ചിന്തിക്കുകയാണ്. ഇവിടെ നമ്മൾ രസകരമായി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവരുടെ ആ ഒരു ജാഗ്രത, അതായത് ഇവർക്ക് ഈ വഖഫ് ലിസ്റ്റിൽ ഇന്നും അവരുടെ പേര് കിടക്കുകയാണ്, അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇവരെ ഒഴിവാക്കണമെന്ന് രാഷ്ട്രീയ നേതാക്കളോട് സംസാരിക്കാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയോ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു പ്രമുഖ മാധ്യമ ചാനലുകളോ അല്ലെങ്കിൽ സാമുദായിക പ്രവർത്തകരോ പോലും തുനിയുന്നില്ല എന്നുള്ളതും നമ്മൾ ഇവിടെ വളരെ അപകടകരമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം ആ ജനത്തിന്റെ നന്മയേക്കാൾ ഉപരി എന്തൊക്കെയോ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവിടെ വിജയം നേടി നിൽക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഒരു മനസാക്ഷി ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയാണ് കേരളത്തിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒക്കെ ഒരുമിച്ച് കോൺഗ്രസിൽ വരണം, അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകൾ വിഭജിച്ച് നിൽക്കാതെ ഒറ്റ ഗ്രൂപ്പായിട്ട് മാറണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ച് കോൺഗ്രസിലേക്ക് വരണം, UDFന്റെ ഭാഗമാകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രസംഗിച്ച് നടന്ന ചില കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും മറ്റാളുകളും ഒക്കെ ആകട്ടെ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് പല സീറ്റുകൾ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിഷേധിച്ചിട്ടും ഒരു വാക്ക് പോലും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ധാരാളം സീറ്റുകൾ അനുവദിക്കുകയും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പല സ്ഥലങ്ങളിലും തിരസ്കരിക്കുകയും ചെയ്യുന്ന നടപടിയിൽ അല്ലെങ്കിൽ തീരുമാനത്തിൽ ഒരു പ്രതിഷേധവും അവിടെ പല ആളുകളിൽ നിന്നും വരുന്നില്ലെന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത. അപ്പൊ എത്രമാത്രം തിരസ്കരിക്കപ്പെട്ട് തമസ്കരിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ക്രൈസ്തവ സമൂഹം എന്ന് പറയാൻ കാരണം ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നതിനകത്തൊരു മുഖ്യധാര വിഭാഗം ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പം ഇത്രമാത്രം ഈ ഒരു തിരസ്കരണ മനോഭാവം ഈ പാർട്ടികൾ നേരിട്ടിട്ടും ഈ ചെറിയ ഘടകകക്ഷികൾ നേരിട്ടിട്ടും അതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു ആകുലതയും ഇല്ലെന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ തിരഞ്ഞെടുപ്പ് ശരിക്കും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ അവരൊരു വോട്ട് ഷെയർ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വോട്ട് ഷെയർ കൃത്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും SDPI പോലെയുള്ള രാഷ്ട്രീയ കക്ഷികള്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ കക്ഷികള്, ഇവരെല്ലാം തീവ്ര ഇസ്ലാമിക അജണ്ട മുന്നിൽ നിർത്തി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ നിലപാടുകളും അത് തന്നെയാണ്.
അത്തരത്തിലുള്ള കക്ഷികൾ, ഈ വെൽഫെയർ പാർട്ടി പോലുള്ള കക്ഷികൾ മുന്നിൽ വന്ന് പ്രവർത്തിച്ച് എന്തുമാത്രം വോട്ട് ഷെയർ നേടിയെന്ന ഈ ത്രിതല പഞ്ചായത്തിന്റെ റിസൾട്ട് നമ്മൾ നോക്കുമ്പം കേരളം എത്രമാത്രം അപകടത്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം, അല്ലെങ്കിൽ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ വോട്ട് ഷെയർ എത്രയാണെന്ന് ചുമ്മാ ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും കേരളം എത്രമാത്രം അപകടത്തിലേക്കാണ് പോകുന്നത്. ആ അപകടത്തിന്റെ തോത് കൂടിയതായിട്ട് തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ സമയത്ത് നമുക്ക് കാണാനും സാധിക്കും. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരള കോൺഗ്രസ് പോലെ ഒരു പ്രബലമായ പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു വോട്ട് ഷെയർ തന്നെയാണ് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക പാർട്ടികളിലൂടെ വന്നിരിക്കുക എന്നുള്ളത് കേരളത്തിലെ വളരെ അപകടത്തിലേക്ക് നയിക്കുന്ന ചില നമ്മുടെ ചിന്തകളിലേക്ക് അത് നയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു ആശങ്ക. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം മാധ്യമങ്ങൾ എന്താണ് ഇട്ടു തരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ഇട്ടു തരുന്നത്, അതുമാത്രമാണ് അവരുടെ ആകെയുള്ള വിവരം. അതേസമയം അവര് മറച്ചു വെക്കുന്ന പല വിവരങ്ങളും അറിയാതെ ഈയാം പാർട്ടികളെ പോലെ മാറുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മനോരമയുടെ ഹോർത്തൂസിന്റെ അകത്ത് അവരുടെ നടന്ന പരിപാടിക്കകത്ത് ഈ ശ്രീജിത്ത് പണിക്കർ ഈ അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്ന് പറയുന്ന ഒരു ചർച്ച അവിടെ നടക്കുകയുണ്ടായി. അപ്പൊ അതിൻ്റെ അകത്ത് ഇക്കാലം അത്രയും അംബേദ്കറിന്റെ വലിയ നേതാക്കളാണ് അല്ലെങ്കിൽ അനുഭാവികളാണ്, അംബേദ്കറിനെ പറ്റി ഞങ്ങളെക്കാൾ ഉപരി മറ്റാർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ അംബേദ്കറെ പറ്റി കൂടുതൽ വാചാലരായി പല പ്രമുഖ വേദികളിലും പ്രത്യക്ഷപ്പെട്ട് ആദിവാസി സമൂഹത്തിന്റെ അല്ലെങ്കിൽ ദളിത് സമൂഹത്തിന്റെ ഒക്കെ വക്താക്കളായി സംസാരിച്ചുകൊണ്ടിരുന്ന പലരുടെയും ഇരട്ടത്താപ്പുകളെ അവിടെ നമുക്ക് പൊളിച്ചെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തെ അവിടെ പൊതിഞ്ഞു പിടിക്കുകയും മറ്റുള്ളവരെ എല്ലാം തന്നെ അവിടെ ഏകദേശം തിരസ്കരിക്കുകയും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നത് എത്രമാത്രം ഹീനകരമായിട്ടാണ് പൊതുസമൂഹത്തെ ബാധിക്കുക എന്നുള്ളതിന്റെയൊക്കെ ഒരു തുറന്നുകാട്ടലായിരുന്നു ആ ചർച്ചയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള അവസരങ്ങളിലെങ്കിലും സത്യത്തെ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പൊതുസമൂഹം ഇവിടെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കാര്യം ഇന്ന് നേരത്തെ നമ്മുടെ സാറ് സൂചിപ്പിച്ച പോലെ പലരും സാമ്പത്തികമായിട്ടുള്ള പല അതായത് പലരെയും ഈ ഒരു സാമ്പത്തികം കാണിച്ചുകൊണ്ട് അവർ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം 72 ലക്ഷം രൂപയുടെ ഒരു കുഴൽപ്പണ വേട്ട ഇവിടെ ബസ്സിൽ പോയ ഒരു യാത്രക്കാരിൽ നിന്ന് പോലും നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. ആ യാത്രക്കാരന്റെ പേരും ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ സംസ്ഥാനമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം ഇത്തരത്തിലുള്ള കുഴൽപ്പണങ്ങളും മറ്റ് ഇല്ലീഗലായിട്ടുള്ള ഒരു മണി ട്രാൻസ്ഫറിങ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ സ്രോതസ്സൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഈ ഒരു സാമ്പത്തികത്തിലൂടെ പല മാധ്യമങ്ങളെയും പല രാഷ്ട്രീയക്കാരെയും പല സാമൂഹിക സാംസ്കാരിക നിരീക്ഷകരെയൊക്കെ തന്നെ അവിടെ കടിഞ്ഞാണിട്ട് വെച്ചിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് കേരളം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് പൊതുസമൂഹത്തിന്റെ ചിന്തയിലൂടെ മാത്രമേ സാധിക്കൂ. കാര്യം ഈ രാഷ്ട്രീയ കക്ഷി നേതാക്കളാകട്ടെ ഈ നിരീക്ഷകരാകട്ടെ ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് സംസാരിക്കുന്ന വേദികൾ ഒരുക്കി കൊടുക്കുന്നതും ഈ ചില താല്പര്യങ്ങളുള്ള മാധ്യമങ്ങളൊക്കെയാണ്. മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഈ ക്രൈസ്തവ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയൊക്കെ എത്രമാത്രം ഒരു ഹീനകരമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കാനായിട്ട് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് അവര് അത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് സത്യമുണ്ടോ നീതിയുണ്ടോ എന്നൊന്നും നോക്കാതെ തന്നെ ഒരു പ്രത്യേക അവഹേളനത്തിന് വേണ്ടി മാത്രമായിട്ട് ചില വാർത്തകൾ വരുന്നു, ചില മാധ്യമങ്ങളുടെ ചില ഒരു ചർച്ചകൾ വരുന്നു, അല്ലെ ചില സിനിമകളിലൂടെ അതിന്റെ ആശയങ്ങൾ വരുന്നു. ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയത്തെ ഒക്കെ തന്നെ ബാധിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിനൊന്നും തന്നെ ഒരു മറുപടി കൊടുക്കാനായിട്ടോ ഇതിന്റെ അകത്ത് സത്യം എന്താണെന്ന് വിളിച്ചു പറയാനായിട്ടോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷികളോ നേതാക്കളോ ശ്രമിക്കാതിരിക്കുന്ന അവരുടെ നിശബ്ദതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു കാര്യം. ഈ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചോളം അവർ കാണുന്ന ലോകം ഇന്നത്തെ ലോകമാണ്. കഴിഞ്ഞ ലോകത്തെ പറ്റിയോ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയോ വലിയ അറിവില്ലാതെ ഇന്നത്തെ ലോകം ചരിത്രമാക്കിക്കൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന അറിവും കാര്യങ്ങളും ഇന്നത്തെ മാധ്യമങ്ങളിൽ നിന്നും ഇന്നത്തെ സാംസ്കാരിക നായകരെ അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചില സിനിമകളിലൂടെയും അങ്ങനെയുള്ളതാണ്.
അപ്പം അതിലൂടെ രൂപപ്പെടുന്ന അവരുടെ ആശയത്തെ എത്രമാത്രം ഇവര് അവിടെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവർക്ക് എന്താ പറഞ്ഞ ചില ആശയ പ്രചരണങ്ങള് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാഥാർത്ഥ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കലാലയങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ എന്താ പറയുക വിശകലനങ്ങള്, അല്ലെങ്കിൽ അവരുടെ കലാലയങ്ങളിലെ കലോത്സവങ്ങളിൽ ഉണ്ടാകുന്ന ഈ പേരുകള്, അവിടെ നടക്കുന്ന ചർച്ചകള്, അവിടെ നടക്കുന്ന എന്താ പറയുക നാടകങ്ങള്, അതിൽ വരുന്ന ആശയങ്ങള്, ഈ വരുന്ന കലാലയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളായിട്ട് വരുന്ന ഈ കൊച്ചു രാഷ്ട്രീയ പാർട്ടി അനുഭാവികളായിട്ടുള്ള വിദ്യാർത്ഥികളിലൂടെ ഇവര് പലപ്പോഴും പല ആശയങ്ങളും അവിടെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒന്ന് ദിവസം തിരിച്ചു വരാം, അതൊന്ന് തിരിച്ചു വരാം, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാതെ. ഓക്കെ, തീർച്ചയായിട്ടും. ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ, ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് എന്താണെങ്കിലും കൃത്യമായിട്ടും ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് കത്തി നിൽക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ആയിട്ട് ആളുകളോടൊന്ന് പറഞ്ഞു വെക്കണമല്ലോ എന്താണ് നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നമെന്ന്. കാരണം കുറച്ച് ഇക്വേഷനിൽ മാത്രം എന്ന് വെച്ചാൽ കോൺഗ്രസ് കുറച്ച് പാർട്ടികളുമായിട്ട് സംഘം ചേരുന്നു, അവരെ ഘടകകക്ഷികളാക്കി നിർത്തി കഴിഞ്ഞാൽ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അവർ കുറച്ച് പേരെ ഘടകകക്ഷികളാക്കി നിർത്തിയാൽ, അതുപോലെ BJP കുറച്ച് പേരെ ഘടകകക്ഷികൾ ആയി നിർത്തി, അതിനുശേഷം ഒരു വിഷയവും ചർച്ച ചെയ്തില്ല എങ്കിലും ഈ വോട്ട് വിഭജനത്തിൻ്റെ വഴിയിൽ കൂടി ജയിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണമല്ലോ എന്താണ് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അടിമകളാകരുത് എന്നുള്ളൊരു വശമുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങ് ഉയർത്തിപ്പിടിച്ചപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കം നിങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവസാനമായി ആളുകളോട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾ ഈ ഇലക്ഷൻ കാലത്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്ന്? അങ്ങയുടെ മ്യൂട്ടാണെന്ന് തോന്നുന്നു, അങ്ങൊന്ന് ഓണാക്കുക. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ വിഷയം ഇന്നത്തെ രാഷ്ട്രീയത്തിലെ 3 Ws ആണ്. അതായത് വൈൻ, വിമൻ, അതുപോലെ വെൽത്ത്. അതായത് മദ്യമയക്കുമരുന്ന് മേഖലകൾ വളരെ ശക്തമായിട്ട് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് വിൽപ്പനയാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചതാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ. വാസ്തവത്തിൽ അത് സംഭവിക്കുമ്പോൾ ആ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതിന്റെ 70% 12-നും 19-നും വയസ്സിൽ ഇടയിലുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളാണ് അതിന്റെ ഉപയോഗിച്ചവരോ അല്ലെങ്കിൽ അതിന്റെ കരിയറായിട്ടോ വാഹകരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്ത്രീ വിഷയം നമുക്കറിയാം. ഓരോ കേസിലും സ്ത്രീ വിഷയം കൊണ്ടുവന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പീഡന കേസുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളോ കൊണ്ടുവന്ന് അത് മുഴുവൻ ആഗോള വിഷയമായി ചർച്ച ചെയ്ത് കൊണ്ടുവന്നു. വെൽത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കറപ്ഷൻ, കുഴൽപ്പണത്തിന്റെയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ നേരിടുന്ന വലിയ കടബാധ്യതയുടെയും ഒക്കെ മേഖലകൾ നമ്മൾ കാണാതെ പോകുന്നു. പക്ഷെ ആവശ്യമുള്ളവരൊക്കെ ഇഷ്ടം പോലെ മറ്റു വഴികളിലൂടെ, വളഞ്ഞ വഴികളിലൂടെ കറപ്ഷൻ വഴി സമ്പാദിക്കുന്നു. ഇതൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിന്റെ അപജയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ വികസനം എടുക്കുക. കേരളത്തിന്റെ വികസനം നമ്മുടെ പശ്ചിമഘട്ടം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് നോക്ക്. നമ്മൾ ഏകദേശം 50 വർഷം പിന്നിലാണ് പല കാര്യങ്ങളിലും. അടിസ്ഥാന വികസന സൗകര്യങ്ങളിലടക്കം നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ 50 വർഷം പിന്നോക്കം പോയിരിക്കുന്നു. നമ്മൾ ഈ സോക്കോൾഡ് സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നതിൽ കവിഞ്ഞ് ഇവിടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, അതുപോലെ യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള സംരംഭകത്വങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പുകൾ, ഇതൊക്കെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പല സ്റ്റേറ്റുകളിലേക്ക് നോക്ക്. അവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വികസനത്തിന്റെ സങ്കല്പങ്ങൾ മാറുമ്പോൾ, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഇന്നും ആ പഴയ പടിയിൽ ഇങ്ങനെ ഊന്നി നിന്നുകൊണ്ട് ഇതുപോലുള്ള പെൺവിഷയങ്ങൾ എടുത്ത് അലക്കി ചർച്ച ചെയ്ത് ഈ വിഷയത്തെ എല്ലാം തമസ്കരിക്കുന്നത് നമ്മൾ കാണാതെ പോകരുത്. ചാനലുകാർ ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം, അൺഎംപ്ലോയ്മെന്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ പാർലമെന്റിൽ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് വിദ്യാഭ്യാസമുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളിൽ ഏറ്റവും അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് ക്രിസ്ത്യൻസിനാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരെ കുറെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇനി ചാനൽ റേറ്റിംഗിന് വേണ്ടി ചാനലുകാർ ഇത്തരം വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നു. അതായത് ഈ എരിവും പുളിയുമുള്ള വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ അവർ നോക്കുന്നു. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മതത്തിന്റെ പേരിൽ ഈ ആക്രോശങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളെ മന്ദബുദ്ധികളാക്കി മാറ്റുന്നു. ആ രീതിയിൽ നമ്മളെ തമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് അരങ്ങേറുന്നു.
പക്ഷെ നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റുന്നു? നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് തലപണയം വെച്ച രാഷ്ട്രീയ അടിമത്തത്തിലാണ്. ഈ മത്സ്യം വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, വെള്ളം വിഷമയമായി കഴിഞ്ഞാൽ മത്സ്യം ചത്തുപോകും. ഇവിടെ ഇപ്പൊ ഈ സമൂഹം ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ചേക്കേറി തലപണയം വെച്ച് നടക്കുകയാണ്. പക്ഷെ നമുക്കറിയാവുന്നതാണ്, അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിഷജന്യമായ അവസ്ഥ അവരുടെ നാശത്തിലേക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ അസൗകര്യങ്ങളെക്കാൾ അവർക്ക് ഈ അടിമത്തത്തിന്റെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അടിമ മനോഭാവം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. റോബിനെ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വതന്ത്രമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പം ആ പാർട്ടി അല്ല ഈ പാർട്ടി, ആ മുന്നണി ഈ മുന്നണി എന്നുള്ളതല്ല. ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ ആഗ്രഹിക്കുന്ന ഈ അടിമത്തത്തിന്റെ ഈ പരിമിതമായ സൗകര്യങ്ങൾ അതിലങ്ങനെ രമിച്ചു പോകാമെന്നാണെങ്കിൽ അതൊരു അടിമ മനോഭാവമാണ്. അത് മാറ്റണം നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ നിങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ. നമ്മുടെ സമുദായം തന്നെ നമ്മുടെ സമുദായ ബോധത്തോടു കൂടി നമ്മുടെ സമുദായത്തിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് സമൂഹത്തിൽ വിളിച്ചു പറയാനും നമ്മുടെ സമുദായത്തെ സ്നേഹിക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും നമുക്ക് പറ്റണം. ഞാനിങ്ങനെ ഈ ചരിത്രം അറിയുന്നവർക്ക് മാത്രമേ ചരിത്രം നിർമ്മിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ചരിത്രം നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ സമൂഹത്തിൽ നമുക്കതിന് വലിയ ഉത്തരവാദിത്വം. നമ്മുടെ ചരിത്രം നമ്മൾ അറിയണം. നമുക്കൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. കേരളത്തിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഇന്ന് പോയി നിൽക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യം അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വെറുത്തും അറുത്തും സഹോദരങ്ങളെ കൊന്നാൽ അത് എനിക്ക് മോശപ്രാപ്തിക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു ചിന്ത വേണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നമ്മുടെ തമസ്കരിക്കുന്നതിന്റെ ഉദാഹരണമാണ്. കോഴിക്കോട് കോർപ്പറേഷന് 76 കൗൺസിൽ സീറ്റുകളുണ്ട്, 76 ഡിവിഷൻസ് ഉണ്ട്. ആ 76 ഡിവിഷനില് ഞാൻ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ മത്സരിക്കുന്ന UDF കാൻഡിഡേറ്റ്സില് ഒരൊറ്റ ക്രിസ്ത്യൻസ് ഇല്ല. അവിടെ ഒറ്റ കാത്തലിക്സ് ക്രിസ്ത്യൻസ് അവിടെ മത്സരിക്കുന്നില്ല. അവിടെ ലക്ഷക്കണക്കിന് വോട്ടേഴ്സ് ഉണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വോട്ടേഴ്സ് ഉള്ളതാണ് അവിടെ. എന്തുകൊണ്ടാണ് ഒരാൾ പോലും ഇല്ലാതെ പോകുന്നത്? അവിടെ രാഷ്ട്രീയമായി പാരമ്പര്യമുള്ളവരില്ലാത്തതാണ്. അത്തരത്തിലുള്ള തമസ്കരണങ്ങൾ നടന്ന് UDF-ൽ തന്നെ അതിന്റെ മുഖ്യ കക്ഷിയെ ഒരു ഉപകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് BTM-ആക്കി മാറ്റിക്കൊണ്ട് അതിന്റെ രണ്ടാമത് നിൽക്കുന്ന ഘടകകക്ഷി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. മുക്കം മുനിസിപ്പാലിറ്റി ഞാൻ നോക്കി. മുക്കം മുനിസിപ്പാലിറ്റി 33 ഡിവിഷനുണ്ട്. ആ 33 ഡിവിഷനില് ബന്ധപ്പെട്ട കുറെ ക്രിസ്ത്യൻസ് അവിടെ താമസിക്കുന്ന ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും കൊടുക്കുന്ന വ്യവസ്ഥയില്ല. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ അതും കാണേണ്ടതാണ്. ഇവിടെ നമുക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഒരു മാറ്റം എല്ലാവരും പറയുന്നുണ്ട് വേണം വേണ്ടത്. എങ്ങനെയുള്ള മാറ്റമാണ് വേണ്ടത്? ഈ സമൂഹത്തിൽ ഒരു സമൂലമായിട്ടുള്ള മാറ്റം ഇത്തരം രാഷ്ട്രീയ അടിമത്തങ്ങളും തലച്ചോറ് പണയം വെക്കുന്ന ഒരു സാഹചര്യങ്ങളും മാറ്റിയിട്ട് ഒരു വികസന കാഴ്ചപ്പാടുകൂടി നമുക്ക് കൃത്യമായിട്ട് ഇത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹം ഇവിടെ ഉയർന്നു വരണം. അത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വരണം. ജാതിമത വർണ്ണവർഗ ഭേദമന്യേ അതിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സമുദായത്തിന് സാധിക്കണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വികസന സങ്കല്പം എന്താണ്, അത് എങ്ങനെയായിരിക്കണം എന്ന് പറയാനും അത് ഒരു മാനിഫെസ്റ്റോയായി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനും ഇത് ഏറ്റെടുക്കുന്നവരെ മാത്രമേ ഞങ്ങൾ ഇനി അങ്ങോട്ട് അംഗീകരിക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ ഞങ്ങളുടെ വോട്ടുള്ളൂ എന്ന് പറയാനും കഴിയണം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കൺസോളിഡേഷൻ ഇവിടെ ആവശ്യമാണ്. ഒരു ക്രൈസ്തവ കൺസോളിഡേഷൻ. കേരള കോൺഗ്രസ് രക്ഷിക്കുമെന്നോ കോൺഗ്രസ് രക്ഷിക്കുമെന്നോ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷിക്കുമെന്നോ വിചാരിച്ച് നമ്മൾ കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം ഇടതും വലതും കേരളത്തിൽ ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തെ തള്ളിക്കളഞ്ഞ കേസുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് JB കോശി കമ്മീഷൻ എടുത്താലും വഖഫ് എടുത്താലും 80-20 സ്കോളർഷിപ്പ് എടുത്താലും EWS സംവരണം എടുത്താലും ഒക്കെ നമ്മൾ തമസ്കരണങ്ങൾ അല്ലെങ്കിൽ തിരസ്കരണങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായ നിലകൊള്ള ഫാമിലി പ്ലാനിങ് ഇവിടുത്തെ കോൺഗ്രസ് മന്ത്രാലയം കൊണ്ടുവന്നതാണ്. അത് കോൺഗ്രസ് മിനിസ്ട്രി കൊണ്ടുവന്ന ഫാമിലി പ്ലാനിങ്ങിനെ ഏറ്റുപുൽകിയവരാണ് ക്രിസ്ത്യൻസ്. അത് ചെയ്യാമായിരുന്നോ എന്നുള്ള ചോദ്യം രണ്ടാമത്തത്. പക്ഷെ ആ ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായി ഇവിടെ അംഗബലം കുറഞ്ഞപ്പോൾ ഈ സമുദായത്തെ ഇപ്പൊ വേണ്ട. അതേസമയത്ത് ആ ഫാമിലി പ്ലാനിങ് ദേശീയ പോളിസിക്കെതിരായി എന്ന സമുദായം വളർന്നപ്പോൾ അവർ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വേണം ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളെ പൊളിച്ചു കാണിക്കാനും ഒരു യഥാർത്ഥ വികസന മുന്നേറ്റം നടത്താനും നമ്മുടെ സമുദായത്തിന് സാധിക്കണം. ഇപ്പോഴത്തെ വോട്ടർമാരോട് നമുക്ക് പറയാം, ആ മാറിച്ചിന്ത അനിവാര്യമായിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കണം. എന്താണ് ഈ മാറ്റം, എന്തിനായിരിക്കണം ഈ മാറ്റം എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ നമുക്കത് കൊടുക്കാൻ കഴിയണം എന്റെ അഭിപ്രായം.
ശ്രീ ജോൺസൺ കൊച്ചുകുറുമൻ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമാണ് ഇരു മുന്നണികളും ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്ക് എന്താണ് സമുദായത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? കാരണം കൃത്യമായിട്ടും നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്താണ്. എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം? അങ്ങ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഒന്ന് അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതായത് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു സർവേയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും ജനം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള അവരുടെ ഒരു ഹിതപരിശോധനയാണ്. അതുകൊണ്ട് തന്നെ ആ ഹിതപരിശോധനയിൽ ആ നയങ്ങളോട് വിയോജിപ്പുള്ളവർ വിയോജിപ്പ് രേഖപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെ? ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2020 40.2% ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് ഷെയർ, 37.9% പ്രതിപക്ഷത്തിന്റെ മുഖ്യധാര പ്രതിപക്ഷമായ UDFന്റെ വോട്ടിംഗ് ഷെയർ. ഒരു 2% മാത്രം വ്യത്യാസം. 15% മാത്രമാണ് BJPയുടെ വോട്ടിംഗ് ഷെയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 40%, 38% ഉള്ള ഇടതോ വലതോ മാത്രമല്ലേ വീണ്ടും മുന്നിൽ വരൂ എന്ന ചിന്ത കൊണ്ട് ഈ ജയിക്കുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുന്നൊരു വിഭാഗം ഉണ്ട് അവസാന ഘട്ടത്തിൽ. പഞ്ചായത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഈ ത്രിതലത്തിൽ ഏറ്റവും താഴെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറാണല്ലോ വരുന്നത്. ആ മെമ്പർ വോട്ട് ചെയ്യുമ്പം ഈ അവസാന ദിവസങ്ങളിൽ ഈ നിശബ്ദ പ്രതികരണമാണല്ലോ 8-ാം തീയതി നടക്കുന്നത്. അന്ന് നടക്കുന്നത് ഈ ജയിക്കുന്നവരിലേക്കൊരു മാറ്റം. അങ്ങനെ ജയിക്കുന്നവനെ വോട്ട് ചെയ്ത് പ്രീതി വാങ്ങിക്കേണ്ടവനല്ല വോട്ടർമാർ. ജയോ തോൽവിയോ എന്നുള്ളതല്ല, നമ്മുടെ നിലപാട് പറയണം. നിങ്ങൾ അനുവർത്തിക്കുന്ന ഈ പെണ്ണ് രാഷ്ട്രീയത്തിനെതിരെ, ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിനെതിരെ, അഴിമതി രാഷ്ട്രീയത്തിനെതിരെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ട നീതി നിഷേധിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾക്ക് ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ പെർസെന്റേജ് എത്ര ശതമാനം ഉയരുന്നു എന്നുള്ളതാണ്. അത് ഉയരുമ്പോഴാണ് ക്രൈസ്തവ സമുദായത്തിന്റെ നിലപാട്, വഖഫ് വിഷയത്തിലാണെങ്കിലും JB കോശി കമ്മീഷൻ വിഷയത്തിലാണെങ്കിലും 80-20 ആനുകൂല്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങൾ, സാമുദായിക സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന മതതീവ്രവാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും ക്രൈസ്തവരുടെ പൊതുസമൂഹത്തിന്റെ നിലപാട് ഈ മുന്നണികൾക്കൊപ്പമല്ല എന്ന് തെളിയിക്കാൻ വോട്ടവകാശം വിനിയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം ഞാൻ ചേർത്ത് വെച്ചോട്ടെ. അതായത് വോട്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചിരിച്ചു കാണിക്കുന്നവരെ പരിചയമുള്ളവർക്കല്ല വോട്ട് ചെയ്യേണ്ടത്, മറിച്ച് നമ്മളുടെ കാര്യം നടത്തി തരാൻ കഴിയും പ്രാപ്തിയുണ്ടെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് വോട്ട് ചെയ്യാനായിട്ടുണ്ട് ഞാൻ കൂടെ. ചിരിച്ചു കാണുന്നത് പരിചയമല്ല വോട്ടിന്റെ മാനദണ്ഡം, മറിച്ച് ഇവനെ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനാണ് വോട്ട് ചെയ്യണമെന്ന് എന്റെ അഭിപ്രായം. അമൽ സിറിയക്ക് അവസാനം എന്തുവാണ് നമ്മൾ വോട്ട് ചെയ്യാൻ ആളുകൾ പോകുമ്പോൾ ഈ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നും പറയുന്നത് നമ്മൾ വിചാരിക്കുന്നില്ല, നമുക്ക് എന്താണ് ജനങ്ങളോട് പറയാൻ കഴിയുക? അമൽ സിറിയക്ക് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചോളം കുറെ പേരും തന്നെ ഈ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയോ അവിടെ നടക്കുന്ന ഇപ്പൊ നമുക്കറിയാം ഗ്രാമസഭകളുണ്ട്. ഈ ഗ്രാമസഭകൾ തന്നെ പല നല്ലൊരു ശതമാനം പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് പോലും എന്താണ് ഈ ഗ്രാമസഭയെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആനുകൂല്യ വിതരണങ്ങൾ നടക്കുകയെന്നോ അവിടെ നിങ്ങൾക്ക് അനുവദിക്കുന്ന വീടുകളെ പറ്റി, ലൈഫ് പദ്ധതികളെ പറ്റി, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മെയിൻ്റനൻസുകളെ പറ്റി, അല്ലെങ്കിൽ കോഴിക്കോട് കട്ടില് ഇതുപോലെയുള്ള സംവിധാനങ്ങളെ പറ്റി, ഈ വൃദ്ധരെ ശുശ്രൂഷിക്കുന്ന സംവിധാനങ്ങളെ പറ്റി ഇത്തരത്തിലുള്ള അറിവുകൾ വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നിന്ന് എനിക്ക് എന്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഭിക്കും എന്ന് തീർച്ചയായിട്ടും വരുന്ന സ്ഥാനാർത്ഥിയോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കാര്യം ഇന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് സ്ഥാനാർത്ഥി ഈ വരുന്ന 5 വർഷങ്ങളിൽ നിങ്ങൾക്ക് തരുന്ന ഉപകാരങ്ങൾ. അതായത് ഇത്തരത്തിലുള്ള എനിക്ക് നിങ്ങൾ എന്ത് തരും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പഞ്ചായത്തിന് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് തീർച്ചയായിട്ടും വീട്ടിൽ വരുന്ന ഒരു സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുമ്പം ഈ സ്ഥാനാർത്ഥികൾ പോലും നിങ്ങളെ പരിഗണിക്കാനായിട്ട് ഒരു ചിന്ത അവരുടെ മുമ്പിൽ ഉണ്ടാകുക പോലും ചെയ്യുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കോൺഗ്രസ്സുകാരോട് ചോദിക്കണം, കമ്മ്യൂണിസ്റ്റുകാര് അല്ലെങ്കിൽ ഈ സർക്കാർ ഈ ക്രൈസ്തവ സമൂഹത്തിന് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, തരാത്ത കാര്യങ്ങൾ എന്താണ്, നിഷേധിച്ച കാര്യങ്ങൾ എന്താണ്. ഇത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവിടെ ചോദ്യചിഹ്നമായിട്ട് ഉന്നയിക്കുന്നുണ്ടോ എന്ന് ഒരു കോൺഗ്രസ്സുകാരനോട് നിങ്ങൾ ചോദിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം, കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളിൽ
അല്ലെങ്കിൽ ഈ ക്രൈസ്തവ സമൂഹത്തെ തിരസ്കരിച്ച കാര്യങ്ങളിൽ അവർ ഇനി ഒരു മാറ്റം വരുത്തുവോ? അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് വേണ്ടി ഭരണകക്ഷിയോട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുവോ? ഇത്തരത്തിലുള്ള ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ പറ്റി ജെ ബി കോശിയാകട്ടെ, മുൻപ് വിഷയങ്ങളാകട്ടെ, മറ്റു എന്ത് വിഷയങ്ങളാകട്ടെ, ന്യൂനപക്ഷ വിഷയങ്ങളാകട്ടെ, സംവരണ വിഷയങ്ങളാകട്ടെ, ഞങ്ങൾക്ക് OBC സംവരണം ലഭിക്കണം, അത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുവോ? EW സംവരണത്തിനോടൊപ്പം നിങ്ങൾ കൂടെ നിൽക്കുവോ? എന്തുകൊണ്ട് നിങ്ങളുടെ കക്ഷികളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോട് നിങ്ങൾ അത് ചോദ്യം ചെയ്യുന്നില്ല? അത്തരത്തിലുള്ള ചോദ്യം ഉന്നയിക്കണം. തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് നന്ദിയുണ്ട്. സമയമായി, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. പ്രിയ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഓർക്കുക, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ല. പക്ഷേ ഓർക്കുക, സമുദായം പ്രധാനമാണ്, സമുദായം വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏത് രീതിയിലാണ് കളം മാറ്റി ചവിട്ടുന്നത് എന്നെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചിരിച്ചു കാണിക്കുന്നവരെ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ സൂചിപ്പിച്ച പോലെ ചിരിച്ചു കാണിക്കുന്നവനല്ല, സമുദായത്തെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവർ പറയുന്നത്. നമ്മളും അതുതന്നെ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ വരും കാലഘട്ടത്തിൽ ആരും ഉണ്ടാവില്ല, നമ്മൾ പെരുവഴിയിലാകും, വഴിയാധാരമാകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലഘട്ടത്തിലും എല്ലാം നമ്മൾ കണ്ടത്. അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുക. ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അതുപോലെ തന്നെ ഗസ്റ്റുകൾക്കും, ഈ ചർച്ചയിൽ പങ്കെടുത്ത ഗസ്റ്റുകൾക്ക് നന്ദി പറയുകയാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്.